സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച തിരുവനന്തപുരം നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി കേതൽ ജെൻസൺ രാജയ്ക്ക് തൂക്കുകയറില്ല. 4 പേരെ കൊന്ന പ്രതിയെ ജീവപര്യന്തം കഠിന തടവിനാണ് ശിക്ഷിച്ചത്. 15 ലക്ഷം രൂപ പിഴയും വിധിച്ചു. മറ്റ് വകുപ്പുകളിൽ വിധിച്ച 12 വർഷം തടവ് അനുഭവിച്ച ശേഷമാകും ജീവപര്യന്തം കഠിന തടവ് ആരംഭിക്കുക എന്ന് വിധിന്യായത്തിൽ എടുത്തു പറയുന്നുണ്ട്. മാതാപിതാക്കളെയും സഹോദരിയെയും വൃദ്ധയും കാഴ്ചപരിമിതിയുമുള്ള ബന്ധുവിനെയും കൊലപ്പെടുത്തിയ പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് കോടതി നിരീക്ഷിച്ചില്ല. കേതൽ ജെൻസൺ രാജയ്ക്കെതിരെ തെളിഞ്ഞ കൊലക്കുറ്റത്തിന് ജീവപര്യന്തം കഠിന തടവാണ് ശിക്ഷ. വീടിന് തീവച്ചതിനും തെളിവ് നശിപ്പിച്ചതിനും വെവ്വേറെ തടവ് ശിക്ഷയും കോടതി വിധിച്ചു. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് ജഡ്ജ് കെ വിഷ്ണുവാണ് ശിക്ഷ വിധിച്ചത്. 4 പേരെ കൊലപാതകം നടത്തിയതിന് 4 ഹെഡിലും ലൈഫ് ഇംപ്രസ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 3 ലക്ഷം രൂപ വെച്ച് പിഴയും പറഞ്ഞിട്ടുണ്ട്. 7 വർഷം 436നും 5 വർഷം 201. അപ്പം 436ന്റെ 7 വർഷം ആദ്യം അനുഭവിക്കണം. അതിനുശേഷം മാത്രമേ അടുത്ത 5 വർഷം 201 വരത്തുള്ളൂ. അപ്പോൾ ഈ രണ്ടും കഴിഞ്ഞ് 12 വർഷം ശേഷം മാത്രമേ ലൈഫ് ഇംപ്രസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. കോടതി വിധിയിൽ തൃപ്തിയെന്ന് പ്രോസിക്യൂഷൻ. ലൈഫ് ഇംപ്രസ്മെന്റിൽ റെമിഷനോ കമ്മ്യൂട്ടേഷനോ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേതൽ വെളിയിലേക്ക് വരാൻ. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് കനത്ത ശിക്ഷ ലഭിച്ചതിൽ അന്വേഷണ സംഘവും തൃപ്തി രേഖപ്പെടുത്തി. കോടതി വിധിയിൽ സംതൃപ്തിയുണ്ട്. നമ്മളൊരു ക്യാപിറ്റൽ പണിഷ്മെന്റിന് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചു. അപ്പോൾ അത് പ്രോസിക്യൂഷൻ കോടതി മറ്റെല്ലാ ആസ്പെക്റ്റുകളും നോക്കിയതിന് ശേഷം ഇത്തരത്തിലൊരു വിധി വന്നു. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വിധിയാണ്. 2017 ഏപ്രിൽ 5നും 6നുമാണ് കേതൽ ജെൻസൺ രാജ സ്വന്തം വീട്ടിൽ കൂട്ടക്കൊല നടത്തിയത്. ആദ്യം അമ്മ ഡോക്ടർ ജീൻ പത്മയെയും പിന്നീട് അച്ഛൻ രാജതങ്കത്തെയും സഹോദരി കരോളിനെയും വധിച്ചു. പിറ്റേ ദിവസമാണ് ബന്ധു ലളിത ജെയിനെ കൊലപ്പെടുത്തിയത്. ഓൺലൈനിൽ വരുത്തിയ മഴ ഉപയോഗിച്ചായിരുന്നു കൊലപാതകങ്ങൾ. മൃതദേഹങ്ങൾ കത്തിച്ച് വീടിന് തീപിടിച്ചുണ്ടായ അപകടമരണമെന്ന് വരുത്താനായിരുന്നു ശ്രമം. പിടിയിലായ കേതൽ ഓസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായി നടത്തിയ കൊലപാതകമെന്നായിരുന്നു ആദ്യം മൊഴി നൽകിയത്. എന്നാൽ ഇത് കള്ളമാണെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. മാതാപിതാക്കളോടുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. മാത്രമല്ല, കൊലപാതകങ്ങൾ നടത്താൻ വീഡിയോ ഗെയിം നോക്കി കേതൽ പരിശീലിച്ചതിന്റെ തെളിവും കോടതിയിൽ ഹാജരാക്കി. കേതലിന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിലാണ് വിചാരണ നടത്തിയത്. കൊലപാതകത്തിന് മുൻപ് മാനസിക പ്രശ്നമില്ലെന്ന് പ്രോസിക്യൂഷൻ തെളിയിച്ചു. എന്നാൽ തടവിൽ കഴിയുമ്പോൾ കേതൽ തുടർച്ചയായി മാനസികാരോഗ്യത്തിന് ചികിത്സ നേടിയത് പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചു. ശിക്ഷയിന്മേലുള്ള വാദത്തിലും മാനസികരോഗ വിദഗ്ധരുടെ റിപ്പോർട്ടുകൾ വ്യാജമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ സ്വബോധത്തോടെ ഉറ്റവരെ കൊന്ന പ്രതിക്ക് ഒരു കാരണവശാലും മാനസാന്തരമുണ്ടാകാൻ സാധ്യതയില്ലെന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. 4 പേരെ കൊലപ്പെടുത്തിയ ഹീനമായ കുറ്റകൃത്യം ചെയ്ത പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ പ്രതിയുടെ പ്രായവും ഒപ്പം തന്നെ മാനസികാരോഗ്യ നിലയും കോടതി പരിഗണിച്ചിരിക്കാം. അതാകാം ജീവപര്യന്തം കഠിന തടവെന്ന ശിക്ഷ കോടതി നൽകിയത്. നലൈമുരുകനൊപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.